ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന മോഹൻലാൽ അഭിനയിച്ച ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചാണ്. പ്രകാശ് വർമ്മയാണ് ഡയറക്റ്റ് ചെയ്ത. അതിൽ കുറച്ച് സ്ട്രെയിനത അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ശൃംഗാരം വരുന്ന ആ രീതിയിലുള്ള എക്സ്പ്രഷൻ ആ മുള കാണിച്ചിരിക്കണം. അത് കലാരീതിയിൽ എടുക്കണം, ആർട്ട് ഫോമിൽ എടുക്കണം. ഇപ്പോൾ ഖുശ്ബു അല്ല ലാലായിട്ട് സപ്പോർട്ട് ചെയ്ത് വന്ന് കാണാം. അതിന് ആൾക്കാർ കളിയാക്കിന് എന്താ അർദ്ധനാരീശ്വര പറഞ്ഞ പോലെ ഇതേപോലെ സംഭവം മോഹൻലാൽ സിനിമയും ചെയ്തിട്ടുണ്ട്. അത് ആ രീതിയിൽ എടുക്കേണ്ടതാണ്. ഒരു കലാപരമായ രീതിയിലാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. അതല്ല, അതിന് അനാവശ്യമായ കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ്. എനിക്കൊന്ന് 2K പിള്ളേർക്ക് മോഹൻലാൽ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അവരുണ്ടാക്കുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും PR വർക്കാണ്. ഞാൻ റിലേഷനിൽ കണ്ടു. പ്രകാശ് വർമ്മ ഒരു ഒന്നാന്തരം വളരെ കഴിവുള്ള ആഡ് ഡയറക്ടറാണ്. തുടരും ശേഷം അവർ കമ്പൈൻ ചെയ്തതാണ്. എനിക്കതിൽ യാതൊരു പ്രശ്നം തോന്നിയില്ല. കോമാളിത്തരമൊന്നും അല്ല അത്. പിന്നെ മോഹൻലാൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കാശ് കിട്ടാൻ വേണ്ടി. കാരണം പുള്ളിക്ക് ഒരുപാട് ബിഗ് ബഡ്ജറ്റ് മൂവീസെല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇതിനുള്ള ബിഗ് ബോസിലെ പുള്ളി എടുത്തത്. ആ പൈസയുടെ ആവശ്യം പുള്ളിയുണ്ട്. പുള്ളി സിനിമയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഓർണമെൻ്റ് ഇട്ട് പുള്ളി കാണിക്കുന്നത് അതൊരു എന്താണ്, ഒരു സ്ട്രെയിനത അല്ലെങ്കിൽ കലാപരമായ ശൃംഗാരം അല്ലെങ്കിൽ കലാപരമായ രീതിയിൽ എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിന് വേണ്ടാത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് പ്രകാശ് വർമ്മയുടെ ബ്രില്യൻസാണ് കാണിക്കുന്നത്. വെറുതെ മോഹൻലാലിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇപ്പോൾ കുറച്ച് പടങ്ങൾ ഹിറ്റായോടെ ഒരു PR വർക്ക് നടക്കുന്നുണ്ട് മോഹൻലാലിനെതിരെ.